ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് 600 ദിവസങ്ങൾ കടന്നു. 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇസ്രായേലിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. തലങ്ങും വിലങ്ങും പോരാടി ഹമാസ് നേതാക്കളെ ഒന്നടങ്കം കാലപുരിക്ക് അയച്ചു. അതേസമയം ഇസ്രായേലിന്റെ വധഭീഷണി ഉള്ളതിനാൽ യഹ്യ സിൻവാറിന് പകരം പുതിയ തലവനെ പ്രഖ്യാപിക്കാതെ ഹമാസ്. യഹ്യ സിൻവാർ ആയിരുന്നു ഹമാസിന്റെ ഒരു രക്ഷാകവചം. യഹ്യ സിൻവാറിനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇനി ആരെയാകും തങ്ങളുടെ നേതൃനിരയിലേക്ക് എത്തിക്കുക എന്ന ചിന്തയാണ് ഹമാസ് പ്രവർത്തകർക്ക്. മാസങ്ങളുടെ ഇടവേളയിൽ നേതൃപദത്തിലെത്തിയ 2 പേരാണ് അടുത്തടുത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഇസ്രായേൽ വകവരുത്തിയതായിരുന്നു. ഇതോടെ ഹമാസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോഴത്തെ യഹ്യയുടെ സഹോദരൻ മുഹമ്മദ് സിൻവർ, ഖാലിഖ് അൽ ഹയ്യ, മുഹമ്മദ് അൽ സഹാർ, മുസ അബു മർസുഖ് തുടങ്ങിയ പേരുകാരാണ് ഹമാസിന്റെ തലപ്പത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രമുഖർ. എന്നാൽ ജീവഭയം കാരണം ഇവർ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതോടെ യഹ്യ സിൻവറിന്റെ ഡെപ്യൂട്ടിയായിരുന്ന ഖാലിഖ് അൽ ഹയ്യാണ് ഹമാസ് മേധാവിയാകാൻ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഖത്തറിലാണ് ഹയ്യ താമസിക്കുന്നത്. ഹമാസിന്റെ ഖത്തറിലെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലുമായി ദോഹ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിക്കുന്നത് ഇയാളാണ്. ഇസ്രായേലിനെ പേടിച്ച് ഇനി അടുത്ത തലവന്മാരുടെ പേരുകൾ ഹമാസ് പുറത്തുവിടില്ല. ഇതിനായി അവർ പറയുന്ന ന്യായീകരണം സുരക്ഷാ കാരണങ്ങളാണ്.